ആടുകളെ വലിയ കനലെടുപ്പിൽ പൂർണ്ണമായും ബേക്ക് ചെയ്തെടുക്കുന്നതിന് ബോസ്നിയയിലെങ്ങും പേരുകേട്ട നഗരം കൂടിയാണിത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജബലാനിക്കയിൽ നടന്ന നരേത്വ യുദ്ധമാണ് യുഗോസ്ലാവിയയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത്. മാർഷൽ ടിറ്റോ എന്ന നേതാവ് ഉയർന്നു വന്നത് ഈ യുദ്ധത്തെ തുടർന്നായിരുന്നു. സരായവോ നഗരത്തിൽ ശൈത്യകാലം ആരംഭിച്ച നാളുകളിലാണ് ഈ സന്ദർശനം. വസന്തകാലത്തായിരുന്നു ഇതിനു മുമ്പൊരിക്കൽ ജേർണിസ്റ്റ് ഇതിലെ വന്നത്. അന്ന് കണ്ട നഗരത്തെ 0 ഡിഗ്രിക്കും താഴെ തണുപ്പുള്ള ദിവസങ്ങളിൽ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് ഇത്തവണ. സരായവോ നഗരത്തിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാസി ഹുസ്രവ് മസ്ജിദ് സമുച്ചയം മട്ടുപ്പാവിൽ നിറയെ മഞ്ഞു പുതഞ്ഞ് കുറച്ചുകൂടി ആകർഷകമായിട്ടുണ്ട്. മസ്ജിദിനോട് ചേർന്ന് ചന്ദ്രാധിഷ്ഠിതമായി സമയം കാണിക്കുന്ന സാഹത്ത് കുലയുടെ മുകൾ ഭാഗം സൂക്ഷിച്ചു നോക്കുമ്പോഴേ കാണാനാവുന്നുള്ളൂ. അതിമനോഹരമാണ് മഞ്ഞുമാസങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയുള്ള ഇത്തരം യാത്രകൾ. ശൈത്യം അതികഠിനമായി മാറുന്നതിന് തൊട്ടുമുമ്പെയുള്ള ആഴ്ചകളും നഗരങ്ങൾ മഞ്ഞിൽ പുതഞ്ഞതിനു ശേഷമുള്ള കാഴ്ചകളും സഞ്ചാരികൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുക. നഗരത്തിന് കിഴക്കിനും പടിഞ്ഞാറിനുമിടയിൽ വേർപ്പെടുത്തുന്ന ഒരു രേഖ വരച്ചിട്ടത് കാണാം. ഈ അതിർത്തിയുടെ അങ്ങേക്കരയിൽ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ തലയുയർത്തി നിൽക്കുന്നു. കാസി ഹുസ്രേവ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നതാണ് സരായവോവിന്റെ കിഴക്കൻ ഭാഗം. പടിഞ്ഞാറൻ ഭാഗത്ത് ആസ്ട്രോ ഹംഗേറിയൻ കാലഘട്ടത്തിന്റെ തനിമ വിളിച്ചോതുന്ന ചർച്ചുകളും കെട്ടിടങ്ങളും. ക്രിസ്തുമതമായിരുന്നു ഉസ്മാനിയ ചക്രവർത്തിമാർക്ക് മുമ്പുള്ള കാലത്ത് ഈ നഗരത്തിന്റെ ജീവതാളം. അതേസമയം ഇസ്ലാം മതത്തിന് 5 നൂറ്റാണ്ടിലേറെ കാലത്തിന്റെ ചരിത്രവും പാരമ്പര്യവും അവകാശപ്പെടാനാവുന്ന ഒരേയൊരു യൂറോപ്യൻ നഗരവും കൂടിയാണ് സരായവോ. നഗരചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന പൗരാണിക മന്ദിരങ്ങൾക്ക് മേൽ പതിഞ്ഞു കിടക്കുന്നത് തുർക്കി സുൽത്താൻമാരുടെ മുദ്രകളാണ്. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മാത്രമല്ല, 15-ാം നൂറ്റാണ്ടിൽ ഇസബല്ല രാജ്ഞിയുടെ കാലത്ത് സ്പെയിനിൽ നിന്നും നാടുകടത്തപ്പെട്ട യഹൂദ സമൂഹം അഭയം തേടിയെത്തിയ രാജ്യം കൂടിയായിരുന്നു ബോസ്നിയ. കിഴക്കിന്റെ ജെറൂസലം എന്ന പേരിൽ കൂടി ഈ നഗരം അറിയപ്പെട്ടിരുന്നു. ഇക്കാണുന്നതാണ് സരായവോ നഗരത്തിലെ സിനഗോഗ്. ഉസ്മാനിയ ചക്രവർത്തിമാരുടെ കീഴിൽ സുദീർഘമായ കാലഘട്ടം യഹൂദർ പൂർണ്ണ സുരക്ഷയോടെ ഈ നഗരത്തിൽ ജീവിക്കുകയും വ്യാപാര രംഗത്ത് തഴച്ചു വളരുകയും ചെയ്തു. പക്ഷെ ഹിറ്റ്ലറുടെ കാലത്ത് വീണ്ടും ഒരിക്കൽ കൂടി അവർ വേട്ടയാടപ്പെടുകയാണ് ഉണ്ടായത്. നഗരവാസിയായ ഒരു മുസ്ലിം വൃദ്ധനാണ് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ സംരക്ഷിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. This is museum of the race of the people who does not exist anymore. The book was one of those things. So listen to this now. When the Nazi officer went inside the National Museum to take the book, the man who worked in the library, he heard that they are coming. He took the book from the shelf and hid the book in a secret location. So when the Nazi officer came to him and said, "Give me the Haggadah, man," the man said next, "I'm so sorry, sir, but just before a couple of minutes ago, already one person of your soldiers came and took the book. I'm sorry, but the book is not here anymore." He lied to him to his face. Something really interesting. The man who saved the Jewish book was a Muslim called Dervish Korkut. He knew when they come back they will kill him. So he took the book, he escaped the book from Sarajevo, gave the book to the Muslim preacher, Imam, who hid the book in the mosque. He mixed the book with the Holy Quran. Because there is no way that the Jewish book will be inside the mosque. It's the last place they will search. But this is Bosnia. ബോസ്നിയയിലെ യഹൂദരിൽ കഷ്ടിച്ച് 1000-ൽ പരം പേർ മാത്രമേ ഇന്ന് രാജ്യത്ത് ബാക്കിയുള്ളൂ. സരായവോക്ക് പുറമെ ദബോജ്, ബന്യാലൂക്ക, സെനിക്ക, മോസ്റ്റാർ എന്നീ നഗരങ്ങളിലും യഹൂദരുടെ ചെറിയ സമൂഹങ്ങൾ ബാക്കിയുണ്ട്. മഹാഭൂരിപക്ഷവും ഇസ്രായേലിലേക്ക് കുടിയേറി. അവരുടെ ആദ്യകാല പലായനങ്ങൾക്ക് കാരണമായ ലോകമഹായുദ്ധങ്ങളിൽ ആദ്യത്തേതിന് തുടക്കം കുറിച്ചത് സരായവോ നഗരത്തിൽ നിന്നായിരുന്നു. മില്യാക്ക നദിയുടെ കരയിലാണ് ചരിത്രത്തിന്റെ ദിശമാറ്റിയ സംഭവങ്ങൾ നടന്ന ആ ടൗൺ ഹാളും ലാറ്റിൻ ബ്രിഡ്ജും സ്ഥിതി ചെയ്യുന്നത്. ഞാൻ താമസിച്ച ഹോട്ടലിൽ നിന്നും ഏതാനും ചുവടുകൾ അകലെയായിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള ഈ ഇടങ്ങൾ. ഈ ചരിത്രം വിശദമായി പരിചയപ്പെടുത്തുന്ന ഒരു മ്യൂസിയവും ഇവിടെയുണ്ട്. പ്രിൻസ് ഫെർഡിനാൻഡിനെയും പത്നി സോഫിയയെയും സെർബിയൻ വംശീയവാദിയായ അക്രമി കൊലപ്പെടുത്തിയത് ഈ കാണുന്ന പാലത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പെയാണ്. ഒരു നൂറ്റാണ്ടിനു ശേഷവും ആ ഓർമ്മകളെ നഗരം മായ്ച്ചു കളഞ്ഞിട്ടില്ല. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്നത് പോലെ മഞ്ഞുകാലത്ത് മില്യാക്ക നദിയിലെ വെള്ളം പൂർണ്ണമായും തണുത്തുറയാറില്ല. എന്നല്ല, നദി പതിവിലും കവിഞ്ഞ ധാരാളിത്തത്തോടെ ഒഴുകി നീങ്ങുന്നതാണ് ഇത്തവണ കാണാനുണ്ടായിരുന്നത്. അതിന്റെ കരയിൽ ഫെർഡിനാൻഡും പത്നിയും കൊല്ലപ്പെട്ട സ്ഥലം പ്രത്യേകമായി അടയാളപ്പെടുത്തിയത് കാണാം. ടൗൺ ഹാളിലെ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ലോകത്തെ നടുക്കിയ ആ കൊലപാതകം. സരായവോ ഡൗൺ ടൗണിലേക്കുള്ള ബസ്സുകളും മെട്രോകളും ഈ റോഡിലൂടെയാണ് കടന്നു വരുന്നത്. ടൗൺ ഹാളിന്റെ മുൻഭാഗത്ത് ആവശ്യമുള്ള യാത്രക്കാർക്ക് ഇറങ്ങാനാവും.
റോഡിന്റെ അക്കരെയാണ് ട്രെബെവിച്ച് മലയിലേക്കുള്ള കേബിൾ കാറിന്റെ തുടക്കം. അതിന്റെ മുകളിലെത്തിയാൽ സരായവോ നഗരം പൂർണ്ണമായും കാണാനാവും. ടൗൺ ഹാളിലേക്ക് നദിക്കരയിലൂടെ നടക്കുമ്പോൾ മറ്റൊരു പാലം കൂടി വഴിയിൽ കടന്നു വരുന്നുണ്ട്. ഗസയിലെ ഇസ്രായേൽ നരഹത്യക്കെതിരെയുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് അതിന്റെ മുകളിൽ എഴുതി തൂക്കിയ ഈ ബാനർ. ലോകത്തെ മറ്റേതൊരു ജനതയ്ക്ക് നൽകാവുന്നതിനേക്കാളും ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടി ഇതിലടങ്ങിയിട്ടുണ്ട്. ഗസയിലെ നിസ്സഹാരായ ജനതയെപ്പോലെ 1992 മുതൽ സുദീർഘമായ 3 വർഷക്കാലം സെർബുകളുടെയും ക്രോട്ടുകളുടെയും വംശഹത്യയെ നേരിട്ടവരായിരുന്നു ബോസ്നിയാക്കുകൾ. ഗസയിലേതുപോലെ ഐക്യരാഷ്ട്രസഭയും യൂറോപ്പുമൊക്കെ വലിയൊരളവിൽ നിസ്സഹാരായി നോക്കി നിൽക്കുകയായിരുന്നു അന്നും ഉണ്ടായത്. ഈ വംശഹത്യയുടെ ഓർമ്മയുണർത്തുന്ന മ്യൂസിയങ്ങളും ഖബർസ്ഥാനുകളും ഏതാണ്ടെല്ലാ ബോസ്നിയൻ നഗരങ്ങളിലുമുണ്ട്. കൂട്ടത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഖബർസ്ഥാനാണ് സരായവോവിലേത്. സെർബ് വംശഹത്യാകാലത്ത് ബോംബിട്ട് തകർത്ത നിരവധി കെട്ടിടങ്ങൾ മില്യാക്കയുടെ കരയിൽ പുനർനിർമ്മിക്കാതെ നിലനിർത്തിയതും കാണാനാവും. സരായവോ ലൈബ്രറി ഹാളിനുമുണ്ട് അങ്ങനെയൊരു കഥ പറയാൻ. 2ാം ലോക മഹായുദ്ധകാലത്ത് യഹൂദരുടെ വേദഗ്രന്ഥം ചുട്ടരിക്കാനായി അന്വേഷിച്ചു വന്നത് കത്തോലിക്കരായ നാസി പടയാളികളായിരുന്നുവെങ്കിൽ ഇതേ ടൗൺ ഹാളിനോട് ചേർന്ന് ലക്ഷക്കണക്കിന് ടൈറ്റിലുകൾ സൂക്ഷിച്ച ഗ്രന്ഥപ്പുരക്ക് 1992 യുദ്ധകാലത്ത് തീയിട്ടത് ഓർത്തഡോക്സുകളായ സെർബ് വംശീയവാദികളായിരുന്നു. കത്തോലിക്കനായ ഹിറ്റ്ലറുടെ ശത്രുപട്ടികയിൽ യഹൂദന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. പക്ഷെ ബോസ്നിയയിലെ ഓർത്തഡോക്സുകളെയും നാസിപ്പട കൂട്ടത്തോടെ കൊന്നുതള്ളിയിട്ടുണ്ട്. ബോസ്നിയൻ നഗരമായ ബിഹാച്ചിൽ മാത്രം 12,000-ഓളം ഓർത്തഡോക്സുകൾ അക്കാലത്ത് കൂട്ടക്കുരുതിക്കിരയായതായാണ് കണക്കുകൾ. ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ സ്മാരകം പതിറ്റാണ്ടുകൾക്കിപ്പുറവും കെടാത്ത അഗ്നിജ്വാലയായി സരായവോ നഗരം കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ തീജ്വാലയാണ് എറ്റേണൽ ഫ്ലെയിം. 1946 ഏപ്രിൽ 6 ജ്വലിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇതൊരിക്കൽ പോലും അണഞ്ഞിരുന്നില്ല. നഗരത്തിൽ എത്ര കനത്ത മഞ്ഞ് വീണപ്പോഴും മഴ പെയ്തപ്പോഴും പതിറ്റാണ്ടുകളോളം എറ്റേണൽ ഫ്ലെയിം കെടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ 92 മുതൽ 95 വരെയുള്ള കാലത്ത് സെർബുകളുടെ ഷെല്ലാക്രമണത്തെ തുടർന്ന് ജ്വാല പലതവണ കെട്ടുപോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സരായവോ നഗരത്തിന്റെ പഴയ ഭാഗമാണ് ബസ്കാർഷ്യ. ഉസ്മാനിയ ചക്രവർത്തിമാരുടെ കാലത്താണ് ഈ മാർക്കറ്റ് പണികഴിപ്പിക്കപ്പെടുന്നത്. സരായവോ നഗരത്തിൽ വരുമ്പോൾ നിർബന്ധമായും ഒരല്പസമയം ചിലവഴിക്കേണ്ട ഇടമാണ് ബസ്കാർഷ്യ. വലിയ അങ്ങാടി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. മനുഷ്യരെ ഒട്ടും ഭയമില്ലാത്ത കുറെ പ്രാവുകൾ ഇവിടെയുണ്ട്. അവയ്ക്ക് തീറ്റ കൊടുക്കുന്നതും അവിടുത്തെ ജലധാരയായ സെബിൽജിലെ വെള്ളം കുടിക്കുന്നതും ചെറിയൊരു അന്ധവിശ്വാസം കൂടിയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി സരായവോ നഗരത്തിലേക്ക് വരാൻ ഭാഗ്യമുണ്ടാവുമത്രേ. എന്റെ കാര്യത്തിൽ അതേതായാലും ശരിയായിരുന്നു. സെബിൽജിന് ചുറ്റുമുള്ള പഴയ നഗരത്തിന്റെ ഗലികളിൽ മഞ്ഞുകാലത്തിന്റെ ആലസ്യം പടർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾ ഇപ്പോഴും ധാരാളമായി എത്തുന്നുണ്ട്. കൊല്ലപ്പണിക്കാരുടെ പേരിൽ പ്രശസ്തമായ ബസ്കാഷ്യയിലെ തെരുവാണ് കസാൻ സിലൂക്ക്. ശൈത്യകാലം ആരംഭിക്കുമ്പോൾ ഫിൽസാൻ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ കോഫി കപ്പുകൾക്ക് സ്വാഭാവികമായും ഡിമാൻഡ് കൂടും. തുകൽ ഉൽപ്പന്നങ്ങളും ഷൂസുകളും മറ്റും നിർമ്മിക്കുന്ന സാരാച്ചിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട തെരുവുകളിലൊന്നാണ്. ഭക്ഷണശാലകളുടെ തെരുവാണ് ബ്രാവ സിലൂക്ക്. ഇവിടുത്തെ പിത എന്ന സ്റ്റഫ്ഡ് ബ്രെഡ് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരൊന്നാം തരം ചോയ്സ് ആണെന്നതിൽ തർക്കമില്ല. ബീഫും ചിക്കനും കൂണുമൊക്കെ ഈ ബ്രെഡിനകത്ത് നല്ല രുചിയോടെ സ്റ്റഫ് ചെയ്യുന്നുണ്ട്. വിലക്കുറവ് മാത്രമല്ല പിതയുടെ പ്രത്യേകത. ഉച്ചക്കും രാത്രിയുമൊക്കെ മുഖ്യഭക്ഷണമായും പിത ഉപയോഗപ്പെടുത്താനാവും. പക്ഷെ ഒരല്പം വിചിത്രമായി തോന്നുന്ന ഒരു സവിശേഷത കൂടി ഈ പ്രദേശത്തുണ്ട്. സരായവോ നഗരം മഞ്ഞിൽ കുളിച്ചു നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് കഷ്ടിച്ച് 1 മണിക്കൂർ മാത്രം യാത്രാ ദൈർഘ്യമുള്ള ജബലാനിക്കയിൽ തീർത്തും വ്യത്യസ്തമാണ് കാലാവസ്ഥ. 2ാം ലോക മഹായുദ്ധകാലത്ത് ജബലാനിക്കയിൽ നടന്ന നരേത്വ യുദ്ധമാണ് യുഗോസ്ലാവിയയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത്. മാർഷൽ ടിറ്റോ എന്ന നേതാവ് ഉയർന്നു വന്നത് ഈ യുദ്ധത്തെ തുടർന്നായിരുന്നു. മാത്രവുമല്ല ജബലാനിക്കയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആടുകളെ വലിയ കനലെടുപ്പിൽ പൂർണ്ണമായും ബേക്ക് ചെയ്തെടുക്കുന്നതിന് ബോസ്നിയയിലെങ്ങും പേരുകേട്ട നഗരം കൂടിയാണിത്. ചരിത്ര പ്രാധാന്യമുള്ള ഈ നഗരത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ പറയാം. സരായവോവിൽ അനുഭവപ്പെട്ട കഠിനമായ ശൈത്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടേക്കുള്ള വഴിയുടെ ആദ്യ ഭാഗത്തുടനീളം മഞ്ഞു വീണ് കിടക്കുകയാണെങ്കിൽ ഇവാൻ ചുരം ഇറങ്ങി നരേത്വ താഴ്വരയിലേക്ക് എത്തുമ്പോൾ മരങ്ങളിലെ ഇലകൾ പൂർണ്ണമായും കൊഴിഞ്ഞു വീണിരുന്നില്ല. ശൈത്യകാലം അപ്പോഴും 1-2 ആഴ്ചകൾ അകലെയായിരുന്നു എന്നർത്ഥം. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.